ഹലോ എവ്രി വൺ, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നതാണ് സാംസങ് ഗാലക്സി Z Fold 6. സാംസങ് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ പ്രീമിയം സെഗ്മെന്റ് സ്മാർട്ട് ഫോണാണിത്. ആദ്യമായി നമുക്കിതിൻ്റെ ബോക്സ് എടുത്ത് നോക്കാം. ഇതിൽ സിൽവർ ഷാഡോ കളറിലുള്ള 12 GB റാമും 256 GB മെമ്മറിയുമുള്ള മോഡലാണ് ഇതെന്ന് കാണാം. ഇനി നമുക്കിതിനെ അൺബോക്സ് ചെയ്ത് നോക്കാം. കവർ തുറക്കുമ്പോൾ ചാർജിങ് കേബിളും ഡോക്യുമെന്റ്സും അടങ്ങിയ ഒരു ബോക്സ് ആണ് ആദ്യം കാണുന്നത്. ചാർജർ ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല. ആ ബോക്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാംസങ് Z Fold 6 നമുക്ക് കാണാവുന്നതാണ്. അത് നമ്മൾ പുറത്തെടുത്ത് അതിൻ്റെ പ്ലാസ്റ്റിക് ലെയർ ഇതുപോലെ പൊളിച്ചു കളയാം. ആക്ച്വലി ഇത് ഓൾറെഡി പീൽ ചെയ്തിട്ടുള്ളതാണ്, എന്നാൽ ഒരു ഫീലിന് വേണ്ടി ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് Z Fold 6. ആദ്യമായി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാവുന്നതുപോലെ ഇതിന് 2 ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒന്ന് ഒരു കവർ ഡിസ്പ്ലേയും ഒരു ഫോൾഡബിൾ മെയിൻ ഡിസ്പ്ലേയും. 120 Hz റിഫ്രഷ് റേറ്റുള്ള 2600 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സോട് കൂടിയ 6.3 ഇഞ്ച് ഡൈനാമിക് LTPO AMOLED 2X ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ കവർ ഡിസ്പ്ലേ ആയി വരുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനും ഇതിനുണ്ട്. സെയിം സ്പെസിഫിക്കേഷൻസ് ഉള്ള 7.6 ഇഞ്ചിന്റെ ഫോൾഡബിൾ ഡിസ്പ്ലേ ആണ് ഇതിന്റെ മെയിൻ ഡിസ്പ്ലേ ആയി വരുന്നത്. അലുമിനിയം ഫ്രെയിമും ഹിഞ്ചസുമാണ് ഇതിന് വരുന്നത്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്ന ഈ ഫോണിന് 7 മേജർ അപ്ഡേറ്റ്സ് വരെ ലഭ്യമാണ്. Qualcomm Snapdragon 8 Gen 3 ചിപ്സെറ്റിൽ വരുന്ന ഇതിന് Adreno 750 GPU സപ്പോർട്ട് ചെയ്യുന്നു. 12 GB റാം ഉള്ള ഇതിൻ്റെ മെമ്മറി ഓപ്ഷൻസ് വരുന്നത് 256 GB, 512 GB, 1 TB എന്നിവയാണ്. 4400 mAh ലിഥിയം പോളിമർ ബാറ്ററിക്ക് 25 വാട്ട്സിൻ്റെ വയർഡ് ചാർജിങ്ങും 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും 4.5 വാട്ട്സിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടീവ് ആണ്. അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ, IP48 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ്, S Pen സപ്പോർട്ട് എന്നിങ്ങനെയുള്ള സാംസങ്ങിൻ്റെ പ്രീമിയം ഫീച്ചേഴ്സ് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ മെയിൻ ക്യാമറയായി വരുന്നത് 50 മെഗാ പിക്സലുള്ള വൈഡ് ആംഗിൾ ലെൻസും 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറ ലെൻസും 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസുമാണ്. ഇതുവഴി 3x വരെയുള്ള ഒപ്റ്റിക്കൽ സൂമും 30x വരെയുള്ള ഡിജിറ്റൽ സൂമും ലഭ്യമാണ്. 30 FPS 8K വീഡിയോയും 60 FPS വരെയുള്ള 4K വീഡിയോയും ഇതിൽ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഡിസ്പ്ലേക്കും കവർ ഡിസ്പ്ലേക്കും ഓരോ സെൽഫി ക്യാമറ വീതം വരുന്നുണ്ട്. മെയിൻ ഡിസ്പ്ലേയിൽ 4 മെഗാ പിക്സലിൻ്റെ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയും കവർ ഡിസ്പ്ലേയിൽ 10 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. ഇത് യൂസ് ചെയ്ത് 60 FPS 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. നേവി, സിൽവർ ഷാഡോ, പിങ്ക്, ബ്ലാക്ക്, വൈറ്റ് എന്നീ കളേഴ്സിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. 6.3 ഇഞ്ചിൻ്റെ വീതി കുറഞ്ഞ കവർ സ്ക്രീൻ ഉപയോഗിച്ച് നമുക്ക് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് പോലുള്ള എല്ലാ യൂസേജും നമുക്കിതിൽ ലഭ്യമാണ്. എന്നാൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 7.6 ഇഞ്ചിൻ്റെ വലിയ സ്ക്രീനിൽ സാംസങ് ടാബിൽ യൂസ് ചെയ്യുന്ന ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റുള്ള ഈ ഫോണിൻ്റെ സ്ക്രീൻ സ്റ്റാൻഡ് ബൈ മോഡിൽ 0 റിഫ്രഷ് റേറ്റും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് 120 Hz വരെ ഹൈ ആവുന്നതും കാണാൻ സാധിക്കും. കവർ ഡിസ്പ്ലേക്കും ഫോൾഡബിൾ ഡിസ്പ്ലേക്കും 120 Hz LTPO റിഫ്രഷ് റേറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആക്കുന്നുണ്ട്. സെറ്റിംഗ്സിലെ എബൌട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോണിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഈ ഫോൺ ഇപ്പോഴുള്ളത് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 15 UI 7.0 കാണാം.
കൂടുതൽ അപ്ഡേറ്റ്സും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ടാബുകളിൽ കണ്ടിട്ടുള്ളതുപോലുള്ള ടാസ്ക് ബാർ ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആപ്പുകൾ സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാനും മൾട്ടി ടാസ്കിങ്ങിനും ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടിയുള്ള മൾട്ടി വിൻഡോ ഓപ്ഷനാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. മൾട്ടി വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ ആപ്സും നമുക്ക് റീലൊക്കേറ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മൾട്ടി വിൻഡോ ഓപ്ഷനിൽ ഇതുപോലെ ഒരേ സമയം 3 ആപ്സ് വരെ നമുക്ക് ഓപ്പൺ ചെയ്ത് അറ്റ് എ ടൈം യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അവയുടെ സൈസും ഇതുപോലെ നമുക്ക് റീസെറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം വെക്കാവുന്നതാണ്. ഇതുകൂടാണ്ട് ഇതുപോലെ പോപ്പപ്പ് വിൻഡോ ആയും നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു വിൻഡോയിലെ ആപ്പ് നമുക്ക് മാറ്റി വേറെ ആപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുകളിലത്തെ ലൈനിൽ ടാപ്പ് ചെയ്ത് നമുക്ക് വേറെ ആപ്പ് ആ ടാബിൽ തന്നെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. C Fold 6ന്റെ മറ്റൊരു പ്രത്യേകതയാണ് S Penന്റെ സപ്പോർട്ട്. നമുക്കിത് ആദ്യം കവർ ഡിസ്പ്ലേയിൽ യൂസ് ചെയ്ത് നോക്കാം. കവർ ഡിസ്പ്ലേയിൽ S Pen സപ്പോർട്ട് ഇല്ലാത്തതായിട്ട് നമുക്ക് കാണാം. എന്നാൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് മെയിൻ ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ടാബിലും ആൾട്ടോയിലൊക്കെ കണ്ടുവരുന്നത് പോലുള്ള S Pen യൂസ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് എഴുതാനും വരയ്ക്കാനൊക്കെ സാധിക്കുന്നതാണ്. C Fold 6ന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലാപ്പ് യൂസ് ചെയ്യുന്ന പോലെ, ലാപ്പ് എന്ന് പറയുമ്പോൾ എക്സാജറേറ്റഡ് ആയിട്ട് തോന്നാം, എന്നാലും ലാപ്പിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. ഇതുപോലെ ട്രാക്ക് പാഡും കീപാഡും ഒക്കെ ഈ താഴത്തെ സ്ക്രീനിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ടൈപ്പ് ചെയ്യാനും മൗസ് പാഡ് പോലെ യൂസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. C Fold തുറക്കുമ്പോൾ അൺലോക്കാകുകയും പൂട്ടുമ്പോൾ ലോക്കാകുകയാണ് സാധാരണ പതിവ്. എന്നാൽ നമുക്കിത് ചേഞ്ച് ചെയ്ത് നാം ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്പിൻ്റെ അതേ യൂസ് നമുക്ക് കവർ സ്ക്രീനിലേക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇതിൽ സെറ്റിങ്സിൽ നമുക്ക് ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മെയിൻ സ്ക്രീനിൽ നിന്ന് ആപ്സ് കവർ സ്ക്രീനിലേക്ക് മിറർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ആയി വരുന്ന എല്ലാ AI ഫീച്ചേഴ്സും ഈ ഫോണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് AI ഇൻ്റർപ്രറ്റർ എന്ന. ഇതുവഴി ഭാഷ അറിയാത്ത ഒരാളുമായി നമുക്ക് ലൈവായിട്ട് സംസാരിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കവർ സ്ക്രീനിൽ ഒരാളുടെ ഭാഷയും മറ്റേ സ്ക്രീനിൽ മറ്റൊരാളുടെ ഭാഷയും ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഫോണിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാമറക്ക് വേറെ സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഫോട്ടോ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബൊക്കെ പ്ലേ ചെയ്യുമ്പോൾ വീഡിയോ മുകളിലത്തെ സ്ക്രീനിലും കമൻസും ഡിസ്ക്രിപ്ഷനും ഒക്കെ താഴത്തെ സ്ക്രീനിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് നല്ല ഹൈ ക്വാളിറ്റി ഹിഞ്ചസ് തന്നെയാണ് സാംസങ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഏത് പൊസിഷനിൽ ഓപ്പൺ ചെയ്ത് വെച്ചാലും അതേ പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യാൻ ഈ ഹിഞ്ചസിന് സാധിക്കുന്നുണ്ട്. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഹിഞ്ചസ് തന്നെയാണ് സാംസങ് ഇതിന് നൽകിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ സിം ട്രേ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ 2 ഫിസിക്കൽ സിം ഇടാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതുകൂടാണ്ട് ഈ സിം ഇടാനുള്ള ഓപ്ഷനും ഇതിൽ ലഭ്യമാണ്. എന്നാൽ അറ്റ് എ ടൈം 2 സിം മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫോട്ടോ, പോർട്രേറ്റ്, വീഡിയോ, പ്രോ വീഡിയോ, സ്ലോ മോഷൻ എന്നിങ്ങനെയുള്ള പല വിധത്തിലുള്ള ക്യാമറ മോഡ്സ് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മെയിൻ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ കവർ സ്ക്രീനിൽ അതിൻ്റെ മിററിംഗ് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുവഴി നമുക്ക് സെൽഫി ഫോട്ടോസ് മെയിൻ ക്യാമറ വഴി തന്നെ എടുക്കാൻ സാധിക്കുന്നു. ഇനി ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കവർ സ്ക്രീൻ ഉപയോഗിച്ചും നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഈ ഫോണിൻ്റെ 2 സ്ക്രീനിലും സെൽഫി ക്യാമറ വരുന്നുണ്ടെങ്കിലും ആ 2 സെൽഫി ക്യാമറയുടെ പെർഫോമൻസും എനിക്ക് വളരെ മോശമായിട്ട് തന്നെയാണ് തോന്നിയത്. ഹൈ എൻഡ് പ്രീമിയം ഫോണുകളിൽ നമ്മൾ മികച്ച സെൽഫി ക്യാമറ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ വിൻഡോ ആവറേജ് ക്വാളിറ്റി അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് മെയിൻ ക്യാമറ ഉപയോഗിച്ച് സെൽഫി എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളതിനാൽ മറ്റ് 2 സെൽഫി ക്യാമറകൾ നമുക്ക് വേണമെങ്കിൽ വീഡിയോ കോളിനോ മറ്റോ മാത്രമായി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാമറകളുടെ അടുത്തുള്ള ഫോട്ടോസിൻ്റെ സാമ്പിൾസും വീഡിയോസിൻ്റെ സാമ്പിൾസും ഒന്ന് പരിശോധിക്കാം.
ആൻഡ് ഓഡിയോ ക്വാളിറ്റി പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഫീൽ തന്നെയാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്. 7.6 ഇഞ്ചിൻ്റെ വിശാലമായ സ്ക്രീനിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ ചില വീഡിയോസിന് 3D എഫക്റ്റ് വരെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമായി തോന്നാം. അത്രയ്ക്കും ഇമേഴ്സീവ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള വീഡിയോ എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. 4K വീഡിയോ പ്ലേബാക്കും സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ മികവും അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെയധികം കൂട്ടുന്നുണ്ട്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഗെയിമിംഗ് പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്രിട്ടിക്കൽ പെർഫോമൻസ് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വലിയ സ്ക്രീനിലൊക്കെ കളിക്കുമ്പോൾ നല്ല ഇൻറ്റൻസീവായിട്ടുള്ള ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 7.6 ഇഞ്ചിൻ്റെ വലിയ സ്ക്രീനിൽ കളിക്കുന്നത് ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ്. സോ ഓവറോൾ ഒരു ഹൈ ആൻഡ് പ്രീമിയം ലക്ഷറി ഫീൽ തന്നെയാണ് സാംസങ് Z Fold 6 നമുക്കായി തരുന്നത്. ആകെ ഇതിൻ്റെ ഡ്രോബാക്കായി തോന്നുന്നത് സെൽഫി ക്യാമറയുടെ പെർഫോമൻസും ഹിൻഡസ് കുറച്ച് ടൈറ്റാണ് എന്നുള്ളതുമാണ്. ഓപ്പൺ ചെയ്യാനൊക്കെ കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു ഫോൺ തന്നെയാണ് Z Fold 6. മുമ്പത്തെ ഫോൾഡ് മോഡലുകളെ അപേക്ഷിച്ച് ഇതിന് ലൈറ്റ് വെയ്റ്റും ഫോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നല്ലൊരു കോമ്പാക്ട് ഫീലുമാണ് ഇത് നൽകുന്നത്. ഇന്നിവിടെ ഈ സാംസങ് Z Fold 6 നമുക്ക് റിവ്യൂ ചെയ്യാനായി തന്നത് സെലൻട്രിക് മൊബൈൽസ് എന്ന ഷോപ്പാണ്. സോ ഈ ഫോണിൻ്റെ റിവ്യൂ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.